നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട്. US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പൾമോണോളജി മേധാവി ഡോക്ടർ കാസിം കൊളക്കാടൻ സാറാണ്. പൾമോണോളജിയുമായി ബന്ധപ്പെട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം നമ്മോട് സംസാരിക്കും. നമസ്കാരം സാർ. നമസ്കാരം. പൾമോണോളജി ഒരു വലിയ ഫീൽഡാണ്. ഞാൻ ഇപ്പം മൗലാനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് അൽഷിഫയിലും അതിനു മുമ്പ് UK, ഓസ്ട്രേലിയ, ഗൾഫിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ പൾമോണോളജിയും ഒരു സമയം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളെടുത്ത് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ OPയിൽ വരുന്ന ഒരു കാര്യമാണ് ചുമ. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് ഒന്ന് ചർച്ച ചെയ്യാം. ചുമ രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന്, വളരെ പെട്ടെന്ന് ഒരു അസുഖം വന്നിട്ട് ഒരു ചെറിയ കാലയളവിനുള്ളിൽ വന്ന ഒരു ചുമയുണ്ടാവാം. പക്ഷെ ചിലർക്ക് ഇത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും, ഒരുപാട് കാലം നിൽക്കുന്നതുമായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ചുമയുമുണ്ട്. അപ്പോൾ ഒന്നിനെ നമ്മൾ ക്രോണിക് ആയിട്ടുള്ള ചുമ എന്നും മറ്റേതിന് അപ്പോൾ താൽക്കാലം വന്ന ചുമ എന്നും പറയുന്നു. അപ്പോൾ ഇതിന് രണ്ടിലും ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചുമ ഒരു രോഗലക്ഷണമാണ്, അതിൻ്റെ കാരണമല്ല. ഇപ്പോൾ പലപ്പോഴും പലരും വന്നിട്ട് പറയാം എനിക്കൊരു ചുമയുണ്ട്, അത് ചികിത്സിച്ചാൽ മതി എന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണ അതിൻ്റെ ടെസ്റ്റുകളായിട്ട് ചെയ്യാറ് ചെസ്റ്റ് എക്സ്റേ ചെയ്യും, പിന്നെ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ചിലർക്ക് ശ്വാസം മുട്ടുണ്ടാവും, ചിലർക്ക് മൂക്കിൽ അലർജി ഉണ്ടാവും ചുമയുടെ കാരണമായിട്ട്. അപ്പോൾ അതിന് ഒരു ദീർഘകാല ചികിത്സ എടുത്താലേ ഇത് പറ്റെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. മറ്റേ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ആ ഒരു ചുമയുള്ള സമയം കുറച്ച് മരുന്ന് കൊടുക്കും, അത് ചുമ അടങ്ങാനുള്ളതായിരിക്കും. ആ ചുമ അടങ്ങും, പക്ഷെ അത് വീണ്ടും വരും. അപ്പോൾ ഈ ചികിത്സ തുടർന്ന് ചെയ്താൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ സാധാരണ ചെയ്യാറെന്താണെന്ന് വെച്ചാൽ, മൂക്കിലെ അലർജിക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുക്കും, നെഞ്ഞിലെ അലർജിക്ക് നെഞ്ഞിലേക്ക് മരുന്ന് കൊടുക്കും, അതിൻ്റെ കൂടെ ഗുളികകളും ചെയ്യും. എന്നിട്ട് കുറച്ച് കാലം ഇവരെ തുടർച്ചയായിട്ട് കാണണം. അപ്പോൾ ആദ്യം നമ്മൾ ഒരാഴ്ച മരുന്ന് കൊടുത്തു, പിന്നെ 15 ദിവസം കൊടുത്തു, പിന്നെ വീണ്ടും കണ്ട് അവർ മരുന്നൊക്കെ ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് നോക്കും. എന്നിട്ട് പിന്നെ 1 മാസം 2 മാസം അവരുടെ സൗകര്യം അനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കും. അങ്ങനെ ഇത് തുടർന്ന് കുറച്ച് കാലം പോകുമ്പോൾ പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു 15 ദിവസം കൊണ്ട് ഇത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മരുന്ന് നിർത്തും. പിന്നെ നമ്മൾ അവരെ കാണുന്നത് വീണ്ടും അടുത്ത ചുമ വരുമ്പോഴായിരിക്കും. അപ്പോൾ തുടർ ചികിത്സ ഒരു വലിയ ബുദ്ധിമുട്ടാണ് പലർക്കും.